ബി.ജെ.പി. നയിക്കുന്ന എൻ.ഡി.എ സഖ്യത്തിനെതിരെ ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ മുന്നണിയെ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഇനിയെങ്കിലും ഒളിച്ചോട്ടം അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി 24 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. എന്തിന്? യു.പിയിലെ, ഉത്തർപ്രദേശിലെ അമേഠിയിലും റായ്ബറേലിയിലും ഇതുവരെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് ബി.ജെ.പി. വലിയ ആയുധമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിക്കെതിരെ, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ അത് നയിക്കുന്ന നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ. ഇതുവരെ നമ്മൾ വിലയിരുത്തിയത് കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം അമേഠിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം രാഹുൽ ഗാന്ധിയിലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തും എന്നായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, ഇതുവരെ ഒരു മിണ്ടാട്ടവുമില്ല. റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ മണ്ഡലം, സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രാജസ്ഥാനിൽ നിന്ന്. അപ്പോൾ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിക്കണം, അവിടെയും മിണ്ടാട്ടമില്ല. ഇന്നലെ ജയറാം രമേശ് കോൺഗ്രസ് നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ഈ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു. എന്തേ നിങ്ങൾ അമാന്തിക്കുന്നു, വൈകുന്നു? നിങ്ങൾക്ക് അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൂടെ? ആരാവട്ടെ? അപ്പം അതിന് ജയറാം രമേശ് കോൺഗ്രസ് നേതാവ് പറഞ്ഞ മറുപടി, വിതിൻ 24 hours, 24 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കും. അദ്ദേഹമാണ് പ്രഖ്യാപിക്കേണ്ട ആള്, അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം അത് പ്രഖ്യാപിക്കുമെന്നാണ് ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത്. 24 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 3-നകം, അതാണ്, ഒറ്റ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. നോമിനേഷൻ കൊടുക്കേണ്ടുന്ന ഡേറ്റ് മെയ് 3-ആണ്. പിന്നെ മെയ് 20-നാണ് യു.പിയിലെ ഈ 2 മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നത്, പോളിംഗ്. മെയ് 20-ന് അമേഠിയിലും റായ്ബറേലിയിലും 5ാം റൗണ്ട് വോട്ടെടുപ്പിലാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. അപ്പം ഈ ചുരുങ്ങിയ സമയമേ ബാക്കിയുള്ളൂ. വെറും 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് പ്രഖ്യാപിക്കേണ്ടി വരും. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ പല കാര്യങ്ങൾ സൂറത്ത്, അത് കഴിഞ്ഞ് ഇൻഡോർ ഒക്കെ നമ്മൾ കണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതിനകത്ത് തോന്നുന്ന ഒരു കാര്യം, ഇത് തന്നെ വൈകിപ്പോയി. നേരത്തെ തന്നെ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് രാജസ്ഥാനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി തന്നെ റായ്ബറേലിയിൽ മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വരണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് എത്രയോ മുമ്പ് പ്രഖ്യാപിക്കാമായിരുന്നു, അതുണ്ടായില്ല. വയനാട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ, കേരളത്തിലെ കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്ന് കരുതിയത് തെറ്റി. ഇവിടെയെല്ലാം സംഭവിക്കുന്നത്, രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്, കോൺഗ്രസ് ഇവിടെയെല്ലാം പിന്നാക്കം പോവുകയാണ്. മോദി നയിക്കുന്ന എൻ.ഡി.എ സഖ്യത്തിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല? ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ്സിന്, അല്ലെ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല? ഇത് എത്രയോ വൈകിപ്പോയിരിക്കുന്നു. നമ്മളൊരു പറയാറില്ലേ, ഈ സമയവും തിരമാലയും ആരെയും കാത്തിരിക്കില്ല. തിരമാല വരും പോവും, സമയം പോയിക്കൊണ്ടേയിരിക്കും. അതിൽ ഇടപെടുക, സംയോജിതമായ തീരുമാനമെടുക്കുക എന്നതാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അവിടെയാണ് കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡും മല്ലികാർജുൻ ഖാർഗെ എന്ന AICC പ്രസിഡന്റും ഒക്കെ പരാജയപ്പെടുന്നത് അവിടെയാണ്. ഇപ്പം നാളെ 24 മണിക്കൂറിനകത്ത് ഖാർഗെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ആരെയാണ് പ്രഖ്യാപിക്കുക? അവിടെയും ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഈ വീഡിയോയിൽ അവസാനമായിട്ട് പറയട്ടെ. എത്രയോ മുമ്പ് ചെയ്യേണ്ടതായിരുന്നു, അത് ഇനിയെങ്കിലും ചെയ്താൽ അത്രയും നന്ന്. രാഹുൽ ഗാന്ധി അമേഠിയിൽ സ്മൃതി ഇറാനി സിറ്റിംഗ് MP കേന്ദ്രമന്ത്രിക്കെതിരെ മത്സരിക്കണം.
റായ്ബറേലിയിൽ പ്രിയങ്ക വദ്ര ഗാന്ധി മത്സരിക്കണം. ഇത് പറയാൻ കാരണം അളിയൻ, പ്രിയങ്കയുടെ ഭർത്താവ് രാഹുലിൻ്റെ അളിയൻ ആ സീറ്റിൽ മോഹമിട്ടിട്ടുണ്ട്. റായ്ബറേലിയിൽ റോബർട്ട് ഭദ്ര പ്രിയങ്കയ്ക്ക് പകരം അവിടെ ഭർത്താവ് സ്ഥാനാർത്ഥിയായാൽ അത് മറ്റൊരു തിരിച്ചടിയായിട്ട് ഇന്ത്യ മുന്നണിയെ ബാധിക്കും. അത് BJPക്ക് ഒരു വലിയ പ്രചരണ ആയുധമായിട്ട് മാറും. അത് കോൺഗ്രസ് ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. കാരണം ED അന്വേഷണവും കേസിൽ നിന്നും തലയൂരാൻ 170 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ റോബർട്ട് വദ്ര പ്രദാനം ചെയ്യുന്ന സ്ഥാപനം ഇലക്ട്രൽ ബോണ്ടിലൂടെ BJPക്ക് കൊടുത്തത്. 170 കോടി രൂപ. കണക്കുകളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. അങ്ങനെ കളങ്കിതനായ റോബർട്ട് വദ്രയെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ പിന്നെയും കോൺഗ്രസ് പ്രതിപക്ഷ മുന്നണിക്ക്, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ മുന്നണിക്ക് ബാധ്യതയാകുകയാണ്. ദയവ് ചെയ്ത് ഇനി ഈ മുന്നണിയെ തകർക്കാൻ ബാധ്യതകൾ ഉണ്ടാക്കരുത്. റോബർട്ട് വദ്ര റായ്ബറേലിയിൽ മത്സരിക്കാൻ പാടില്ല. മത്സരിച്ചാൽ പ്രിയങ്കയ്ക്ക് പകരം അതൊരു വലിയ ബാധ്യതയായിട്ട് BJP അതിനെ ഇന്ത്യ മുന്നണിക്കെതിരെ ഉപയോഗിക്കും. അതുകൊണ്ട് കരണീയം, ചിന്തനീയം എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് 24 മണിക്കൂറേ ബാക്കിയുള്ളൂ, അമേഠിയിൽ രാഹുലും, ഇറ്റ്സ് എ ചാലഞ്ച്, ആ ചാലഞ്ച് ഏറ്റെടുക്കുക. റായ്ബറേലിയിൽ പ്രിയങ്കയും മത്സരിച്ചാൽ കാര്യങ്ങൾ കുറെ കൂടെ ഭംഗിയാവും. പ്രതിപക്ഷത്തിന് മുഖം രക്ഷിക്കാൻ അത്രയെങ്കിലും ചെയ്യാൻ ഈ കോൺഗ്രസ് നേതൃത്വം, ഈ ഹൈക്കമാൻഡ് തയ്യാറായാൽ അത്രയും നന്ദി.